നമ്മളിൽ പലർക്കും അറിയാത്തതും എന്നാൽ അറിയാൻ ആഗ്രഹിക്കുന്നതുമായ ചില കാര്യങ്ങൾ അറിയാമോ എന്ന ചാനലിലൂടെ നിങ്ങളിലേക്ക്. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു കുഴിയെ പറ്റിയാണ്. നമ്മളിൽ പലരും വീണു പോയിട്ടുള്ളതും പലരെയും വീഴ്ത്തിയിട്ടുള്ളതുമായ ഒരു കുഴിയെ പറ്റി. ചിലപ്പോൾ അത് ഭാഗ്യത്തിന്റെ ലക്ഷണമായും മറ്റു ചിലപ്പോൾ സൗന്ദര്യത്തിന്റെ ലക്ഷണമായും കുസൃതിയുടെ ലക്ഷണമായും ഒക്കെ കരുതപ്പെടുന്ന നുണക്കുഴിയെ പറ്റി. പലതരം നുണക്കുഴികളുണ്ട്. ചിലർക്ക് ഒരു കവിളിലാകാം, മറ്റു ചിലർക്ക് രണ്ട് കവിളിലും കാണാറുണ്ട്. ചിലർക്കാകട്ടെ താടിയിലായിരിക്കും നുണക്കുഴി ഉണ്ടാകുക. ഈ നുണക്കുഴി ഉള്ളവർ സംസാരിക്കുന്നതും ചിരിക്കുന്നതും കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. അവരോടുള്ള അസൂയ കൊണ്ടാണോ എന്ന് അറിയില്ല, മറ്റു ചിലർ ഇവർ നുണയന്മാരാണെന്ന് പറയാറുണ്ട്. സത്യത്തിൽ ഇവരോട് സംസാരിക്കുമ്പോൾ ഇവര് പറയുന്നത് സത്യമാണോ നുണയാണോ എന്ന് എനിക്കും ഇടയ്ക്ക് തോന്നാറുണ്ട്. നുണക്കുഴി ഇത്രയും ഭംഗിയുള്ളതായതുകൊണ്ട് തന്നെ ചിലർ സർജറിയിലൂടെ നുണക്കുഴി ക്രിയേറ്റ് ചെയ്യാറുമുണ്ട്. യഥാർത്ഥത്തിൽ ഈ നുണക്കുഴിക്ക് പിന്നിൽ ഒരു പേശിയുടെ കഥയൊളിഞ്ഞിരിപ്പുണ്ട്. അതെന്താണെന്ന് അറിയണ്ടേ? നുണക്കുഴിയുടെ രഹസ്യം. അതെ, മുഖത്തുള്ള സൈക്കോമാറ്റിക്കസ് മേജർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പേശിയുടെ ഘടനയിലെ വ്യതിയാനമാണ് ഈ നുണക്കുഴിക്ക് പിന്നിലുള്ള പ്രധാന കാരണം. ഇതിനിടയിൽ വരുന്ന വിടവോ അല്ലെങ്കിൽ ഒരു ഗർത്തമോ ആണ് നുണക്കുഴി ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ പേശീപരമായ വ്യതിയാനം പാരമ്പര്യമായി ലഭിക്കുന്ന ഒന്നാണ്. അതായത് നമ്മുടെ മാതാപിതാക്കൾക്കോ നമ്മുടെ ഗ്രാൻഡ് പാരൻസിനോ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. ഇനി അടുത്ത തവണ നുണക്കുഴിയുള്ള ഒരാളെ കാണുമ്പോൾ അയാളെ നുണയൻ എന്ന് പറഞ്ഞ് കളിയാക്കാതെ അതിന്റെ ശാസ്ത്രീയ വശം കൂടി പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. Till then, bye bye.